അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ദുറൂസ് അറബി മലയാളം വിഷയത്തിൽ നിന്നും പരീക്ഷയ്ക്ക് വന്നതായ ചോദ്യങ്ങളാണ്. അപ്പോൾ മോഡൽ ചോദ്യങ്ങൾ നോക്കിയിട്ട് വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യ പ്രവർത്തനം ഇങ്ങനെയാണ്. ഇത് ദുറൂസ് അറബി മലയാളം എഴുത്ത് പരീക്ഷയാണ് കേട്ടോ. ഇവിടെ കാണാം കിതാബത്ത് എന്ന് പറഞ്ഞാൽ എഴുത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എഴുത്ത് പരീക്ഷയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത്, വിട്ട അക്ഷരങ്ങൾ അറബി മലയാളത്തിൽ എഴുതാം. ഇവിടെ വിട്ടുപോയ അക്ഷരം നമ്മൾ മനസ്സിലാക്കണം. ആ അക്ഷരം അവിടെ എഴുതി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് വിട്ടുപോയിട്ടുള്ളത് നോക്കാം. 4 ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്നും വിട്ടുപോയ അക്ഷരം മാത്രം എഴുതി കൊടുത്താൽ മതി. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം ഏതാണ്? നമ്മളത് കഴിച്ചിട്ടുണ്ട്. എന്താണ്? ഗുളിക അല്ലേ? ഗുളിക എങ്ങനെ എഴുതുക? ഗു എന്ന് ഘ, ഗുളിക. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, തുടക്കത്തിൽ ക എന്ന അക്ഷരം എഴുതി അതിൻ്റെ മുകളിൽ ഘൻ്റെ ഒരു ചിഹ്നമുണ്ട് ഇങ്ങനെ നീണ്ടിട്ട്, അതും എഴുതി കൊടുത്തിട്ട് ലൊമ്പ് കൊടുക്കുക. ഗു, ഗുളിക. അടുത്തതോ രണ്ടാമത്തത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ചിത്രം? പുഷ്പം അല്ലേ? പുഷ്പം. അപ്പോൾ പുഷ്പം എന്ന് എഴുതുമ്പോൾ അവിടെ 2 അക്ഷരങ്ങൾ അവിടെ കാണാതായിട്ടുള്ളത്. പം എന്നുണ്ട്, പക്ഷേ പുഷ് ആ അക്ഷരങ്ങൾ എഴുതി കൊടുക്കണം. ഒന്നാമത്തെ അക്ഷരം പ എന്നാണ്, പിന്നെ ഷ. അപ്പോൾ ഇവിടെ പുഷ്, പുഷ്പം. ഇപ്പം മുഴുവനായി. ഇനി അടുത്ത ചിത്രം എന്താണ്? മരം അല്ലേ? നമ്മൾ ഷജറത്തു നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട് തഫ്ഹീമിൽ. അപ്പോൾ ഇവിടെ മരം എന്ന് എഴുതി കൊടുക്കണം. വിട്ടുപോയ അക്ഷരങ്ങൾ 2 മായും അതുപോലെ രായും. എഴുതുമ്പോൾ മ രം കേട്ടോ, ഇങ്ങനെ എഴുതണം. ഒരിക്കലും കൂട്ടി എഴുതരുത് കേട്ടോ. റാ എന്ന അക്ഷരത്തിന് മേലെ കൂട്ടി എഴുതരുത്. അങ്ങനെ എഴുതിയാൽ ആ അക്ഷരത്തിൻ്റെ ആ രൂപം മാറിപ്പോവും. ഉദ്ദേശിച്ച അക്ഷരം എന്താവില്ല, കിട്ടൂല. അവസാനത്തത് ചക്രം അല്ലേ? ഇവിടെ ഒരൊറ്റ അക്ഷരമേ പോയിട്ടുള്ളൂ. ആ അക്ഷരം എഴുതി കൊടുത്താൽ മതി. ഏതക്ഷരം? ച. അപ്പോൾ ച എന്ന അക്ഷരം എഴുതി കൊടുക്കുക. അവിടെ കൂട്ടി എഴുതണം കേട്ടോ. ചക്രം, ചക്രം. ഇനി അടുത്ത പ്രവർത്തനം ഇതാണ്. പരീക്ഷകളിൽ കൂടുതലായിട്ടും ആവർത്തിച്ച് വരുന്ന ചോദ്യം. എന്താണ്? അറബി മലയാള അക്ഷരമാക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 തരം അക്ഷരങ്ങൾ കാണാൻ കഴിയും. ഒന്ന് പച്ച നിറത്തിൽ ലാദ്, അതുപോലെ ഐന്, അതുപോലെ ഹ. ഓരോന്നിനും ചിഹ്നങ്ങൾ കൊടുത്ത്, അതായത് പുള്ളികളായിരിക്കാം. ആ പുള്ളികൾ കൊടുത്തിട്ട് നമുക്ക് അറബി മലയാള അക്ഷരമാക്കണം. അത് സിമ്പിൾ പ്രവർത്തനമാണ്. അതെന്ത് ചെയ്യുക? ഇതിലാദ്യം എന്ത് ചെയ്യുക? ലാദ് എഴുതുക. പിന്നെ അതിൻ്റെ താഴെ ഒരു കുത്തും കൂടെ കൊടുക്കുക. എന്നിട്ട് ഫത്തഹ്. അപ്പം എന്തായി? ള അല്ലേ? കേരളം ആദ്യത്തെ ള. അതുപോലെ ഐന്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക? ങ എന്ന അക്ഷരമാക്കാം. അതിനായിട്ട് താഴെയും മുകളിലും പിന്നെ ഒരു ഫത്തഹും അത് കൊടുത്തു കഴിഞ്ഞാൽ ങ എന്ന അക്ഷരമായി. ഇനി അതുപോലെ ഹ, ഇതെങ്ങനെ എഴുതുക? അത് ആദ്യം ഹ എന്നെ എഴുതുക. ശേഷം താഴെ 3 കുത്ത് ഇടുക. എന്തായി? ച എന്നായി. അതല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ അക്ഷരമാക്കാം, ങ. അതിനായിട്ട് മുകളിൽ ഒരു ഒറ്റ കുത്തു കൊടുത്താൽ മതി. അപ്പം എന്തായി? ങ എന്നായി. കണ്ടോ? മുകളിൽ ഒറ്റ കുത്തേയും കൂടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ങ എന്നായി. ഇനി അടുത്ത പ്രവർത്തനമാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളെ കയ്യിൽ പെൻസിൽ, പേന, മായ്ക്ക, റബ്ബർ, കളറ് ഇതൊക്കെ കൊടുത്തയക്കണം. കാരണം ചിലപ്പോൾ കളറ് കൊടുക്കാനൊക്കെ വരും. അപ്പോൾ
ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ബാഗിൽ എന്ത് ചെയ്യുക, അതിപ്പോൾ തന്നെ എടുത്തു വെക്കുക. ഇവിടെ ഒന്നാമത്തെ അക്ഷരത്തിന് കളർ കൊടുക്കുമ്പോൾ നീ എന്ത് ചെയ്യരുത്, പുറത്ത് പോവാത്ത രീതിയിൽ തുടങ്ങുമ്പോൾ ഫസ്റ്റിൽ നിന്നും തുടങ്ങണം കേട്ടോ. അതിൻ്റെ തല മുതൽ അങ്ങനെ തുടങ്ങി പോരണം. ഞാനിത് സ്ക്രീൻ ആയതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് കളർ കൊടുക്കാൻ കഴിയില്ല. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം ഹർക്കത്തുകൾ നൽകാം. ഇവിടെ ഹർക്കത്ത് ഇട്ട് കൊടുക്കലാണ്. ഇവിടെ നമുക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട്, ഒരു വരി. അതിൽ ചിഹ്നങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൽ ചിഹ്നങ്ങൾ നൽകാം. ഒന്ന്, അടിയിൽ കൊടുക്കേണ്ട വാക്ക് വി അല്ലേ, കെസറാണ്. വി ടു പാഠം, വീട്ടു പാഠം, പഠിക്കണം, വീട്ടുപാഠം പഠിക്കണം. അതിന് 10 മാർക്ക് ലഭിക്കട്ടോ. ഇത് എഴുതിയാൽ 10 മാർക്ക് ലഭിക്കും. ഇനി അടുത്തത് രണ്ടാമത്തത് എന്താണ്? റബ്ബിനെ, എകാര ചിഹ്നമാണ് കേട്ടോ, എകാര ചിഹ്നം. ആ ടിക്ക് കൊടുത്തിട്ടുള്ള ചിഹ്നം ഉണ്ടല്ലോ. റബ്ബിനെ താഴ്മ, റബ്ബിനെ എന്നല്ല, റബ്ബിന് കേട്ടോ, സുക്കൂനാണ് കൊടുക്കേണ്ടത്. റബ്ബിന് താഴ്മ, റബ്ബിന് താഴ്മ. ഇനിയാണ് ഏകാര ചിഹ്നം. ചെയ്യണം, റബ്ബിന് താഴ്മ ചെയ്യണം. ഇനി അടുത്ത പേജിൻ്റെ മറുപുറം വായനാ പരീക്ഷയാണ്. ഒരു ഭാഗത്ത് വായനയും ഒരു ഭാഗത്ത് എഴുത്തു പരീക്ഷയായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ തഫീം ഇത് നടന്ന പോലെ, തഫീമിൽ പരീക്ഷ നടന്നതുപോലെ ഒരു ഭാഗത്ത് എഴുത്തു പരീക്ഷയും മറുഭാഗത്ത് വായനാ പരീക്ഷയായിരിക്കും. അപ്പോൾ വായനാ പരീക്ഷ നിങ്ങളെക്കൊണ്ട് വായിപ്പിക്കലാണ്. ഉസ്താദിൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ വായിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രവർത്തനം എന്താണെന്നറിയോ? മാമ്പഴത്തിൽ എഴുതിയത് നമുക്ക് വായിക്കാം. ഇതിൽ ഓരോന്നിലും എഴുതിയത് നിങ്ങൾ ഉസ്താദിന് വായിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോന്ന് വായിച്ചു കൊടുക്കുമ്പോഴും അതിൻ്റെ താഴെ കാണുന്ന ഈ മാർക്കുണ്ടല്ലോ, അത് ഉസ്താദ് രേഖപ്പെടുത്തും. അപ്പോൾ അതൊക്കെ വായിച്ചു കൊടുക്കുക. ആദ്യത്തെ എന്താണ് വായിക്കുക? ഭ എന്നാണ്. ഭയം എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ? ഭയം, അതിലെ ഭ. അതുപോലെ രണ്ടാമത്തെ മാങ്ങയിലുള്ളത് അതെന്താണ്? ഞ്ച അല്ലേ? പഞ്ചസാര എന്ന് പറയും പോലെ, അല്ലെങ്കിൽ 5, പഞ്ചായത്ത്, കുഞ്ചു, അതിലെ ഞ്ച. ഇനി മൂന്നാമത്തെ മാങ്ങയിൽ ഇതെന്താണ്? ധ എന്ന അക്ഷരമാണ്. കഥ, അതിൽ ദ. ഇനി അടുത്ത മാങ്ങയിലോ? ത്ര, എത്ര എന്ന് ചോദിച്ചില്ലേ? എത്ര, അതിൽ ത്ര. അടുത്തതോ? ഗ അല്ലേ? നഖം എന്ന് പറയില്ലേ? നഖം, അതിൽ ഗ, നഖം. അവസാനത്തത് ക്വ, പക്വത, ക്വ. ഇനി അടുത്ത പ്രവർത്തനം പുസ്തകത്തിൽ എഴുതിയത് വായിക്കാം എന്നുള്ളതാണ്. ഇവിടെ എഴുതിയ വാക്ക് വായിച്ചു കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട. അതിനൊക്കെ ഓരോരുത്തർക്കും ഓരോ മാർക്കാണ്. ഒന്നാമത്തത് ബന്ധം, ഇതിന് 6 മാർക്കാണ്. ബന്ധം, ഉച്ചാരണത്തിൽ മാറ്റം ഉണ്ടാകും കേട്ടോ. ബന്ധം എന്ന് പറയരുത്, ബന്ധം. ഹ വരുമ്പോൾ ആ ഒരു ഹിൻ്റെ ഒരു ചോയ നമുക്ക് പറയുന്നതിൽ വരണം. ബന്ധം. അതുപോലെ യുവത്വം, അതിന് 6 മാർക്കാണ്. തൊട്ടടുത്ത്
സ്വന്തം സ്വന്തം സ്വന്തം. അവസാനത്തത് ചന്ദനം ചന്ദനം. ഇനി ഇപ്പുറത്തുള്ള പേജിൽ ആഘോഷം 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 ആഘോഷം. അതൊക്കെ ആവർത്തിച്ച് വന്നതാട്ടോ. കുളി കുളി. അടുത്തത് വിശേഷം വിശേഷം. രണ്ട് ഷായും വ്യത്യാസമുണ്ട്. അവസാനത്തത് ഊഞ്ഞാൽ ഊഞ്ഞാൽ. ഇവിടെയുള്ള ഞാ എന്ന അക്ഷരം ശ്രദ്ധിക്കണം. ഷദ് വരികയാണെങ്കിൽ കട്ടിയിൽ വരണം. ഊഞ്ഞാൽ. ഞണ്ട് അത് വേറെ അക്ഷരം കേട്ടോ, അതിൽ ഷദ് ഉണ്ടാവില്ല. ഷദ്ദില്ലാത്ത ഞാ എന്ന അക്ഷരമാണ്. ദുറൂസിലെ ചോദ്യോത്തരങ്ങളൊക്കെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.